ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി നിലനിർത്തുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു ക്വാളിറ്റിയാണ്. പരസ്പരം ആ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു സേഫ്റ്റി. സോ ആ ഒരു സേഫ്റ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. സോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 1, പ്രാക്ടീസ് ഇമോഷണൽ ന്യൂട്രാലിറ്റി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവർക്ക് എന്തെങ്കിലും ഒരു തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ചിലപ്പോൾ ഒരു സൈലൻസിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു അകൽച്ചയുണ്ട് എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഒരു വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയോ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വളരെയധികം അഗ്രസീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെയധികം പാനിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഓവറായി ഇമോഷണൽ ആവുകയാണ്, ലോങ് ടെക്സ്റ്റ് എല്ലാം അയച്ച് അവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ തന്നെ അത്ഭുതപ്പെടും എന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി കാം ആൻഡ് കൂൾ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയി, അതായത് അവരൊരു സൈലൻസിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണലി ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഓവർകം ചെയ്തതിന് ശേഷവും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സേഫ്റ്റി അവർക്ക് ഉണ്ടാകും. സോ ആ ഒരു സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. സോ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഓവർ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെയധികം അഗ്രസീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. പകരം കുറച്ചുകൂടി കാമായിട്ട് കാര്യങ്ങളെ നോക്കി കാണാനും റിയാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ആ റിലേഷൻഷിപ്പിൽ സേഫ്റ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഇമോഷണലി ഒരു ന്യൂട്രാലിറ്റി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചേസിങ് അഫർമേഷൻ എന്ന് വാട്സപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് നോക്കാം. 2, ലിസൺ വിതൗട്ട് ട്രൈങ് ടു ഫിക്സ് ഹിം. അവരൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ, അല്ലെങ്കിൽ അതിലെ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഓക്കെ അവർ പറയുന്ന ഈ ഒരു കാര്യത്തിന് അവർക്ക് അഡ്വൈസ് കൊടുത്തേക്കാം എന്ന രീതിയിൽ ഒരു അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യണം, അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അല്ലാതെ അവരെന്താണ് ആക്ച്വലി പറയാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവരെ അറിയുന്നതിന് വേണ്ടി കൂടി ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ബിക്കോസ് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അവർക്ക് ഒരു അഡ്വൈസ് വേണം എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആഗ്രഹിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല. അതൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ടായിരിക്കും, ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അതിനു വേണ്ടിയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അതല്ലാതെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൊണ്ടൊന്നും ആയിരിക്കില്ല. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്, ആ ഒരു സേഫ്റ്റി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ അവരെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 3, നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട്ലെസ് ആയിട്ട് അട്രാക്റ്റീവ് ആകുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഓൺ കമ്പനി എൻജോയ് ചെയ്യുമ്പോഴാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളിൽ തന്നെ കണ്ടെത്തുമ്പോഴാണ്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഭാഗം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ഫോക്കസ്ഡ് ആവാനുള്ള എന്തെല്ലാം ഗോൾസ് ആൻഡ് ഡ്രീംസും ഉണ്ട് അതിലേക്ക് കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾ ഒരു വ്യക്തിയിലും വളരെയധികം ഡിപ്പെൻഡഡ് ആകാതെ നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ടും മറ്റൊരു വ്യക്തിക്കും അധികം പ്രഷർ കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.
സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റീവായി മാറാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ബേർഡൻ അല്ലാത്ത രീതിയിൽ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നലിലേക്ക് അവരെ എത്തിക്കും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവായി മാറാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ആ ഒരു ഇമോഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ഓവറോൾ ഉള്ള ഒരു സേഫ്റ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്